ഹായ്, വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. വീട്ടിൽ എപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണിത്. ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ പോയാലോ? മീൻകറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 10 അല്ലി വേണം. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു സവാള, അത് പൊടിയായിട്ട് അരിഞ്ഞത്, 3 എരിവുള്ള പച്ചമുളക്, നെടുവേ കീറിയ പച്ചമുളകാണ്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ മാങ്ങയുടെ പകുതി. അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരുന്നു എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ പകുതി മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 ചെറിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ കറിയിലേക്ക് വേണ്ടത്. അപ്പോൾ അതിൽ 1.5 ടീസ്പൂൺ നമുക്ക് സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് അരച്ചു കൊടുക്കണം. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണിത്. തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 350 ഗ്രാം വേണം. കറിക്ക് വേണ്ടിയിട്ട് മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താൽ അതിനകത്തേക്ക് എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ആവശ്യത്തിന് ഉപ്പ്. കറി താളിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു 4-5 ചുവന്നുള്ളി, പിന്നെ ലാസ്റ്റിൽ കീറിയിടാൻ വേണ്ടിയിട്ട് 2 എരിവില്ലാത്ത പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് ഇടുന്ന സമയത്ത് കറിക്ക് നല്ലൊരു മണമായിരിക്കും. ഒരു താളിച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കില്ലേ, ആ സമയത്താണ് ഈ പച്ചമുളകും കീറിയിടേണ്ടത്. അപ്പം കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. മാങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുടംപുളി ഒഴിവാക്കിയിട്ട് ഒരു മാങ്ങ ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി, ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റുക. ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രമേ എപ്പോഴും പൊടികൾ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞ് കറിയൊക്കെ കുളമായി പോവും. വഴറ്റുന്ന സമയത്ത് എണ്ണ കുറഞ്ഞു പോയാൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ തക്കാളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. നമുക്ക് ഈ തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കറി അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അടി പിടിക്കുമെന്ന് ഓർത്ത് പേടിക്കണ്ട. എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 പീസ് ചെറിയ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ച ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഉപ്പ് നോക്കിയപ്പോൾ കുറവായിട്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സി കഴുകി 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് മൊത്തത്തിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചാറ് കൂടുതൽ വേണ്ടവർക്ക് 1/4 കപ്പ് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് മാങ്ങ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ശരിക്കും ചട്ടി ഇങ്ങനെ മൂടി വയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ വെന്ത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യണോണ്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും കറി നല്ല ഒരു പാകത്തിന് തിക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഉലുവയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് എരിവില്ലാത്ത 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കറിക്ക്. പച്ചമുളക് കീറിയിടുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു, സോറി കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ കറി. അപ്പോൾ ഇത് പാകത്തിനെല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.